അപ്പോൾ നമ്മൾ ഇന്ന് സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാം ഭാഗത്തിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്താണ് പറയുന്നത്? മാനവികത. അതിലാദ്യം തന്നെ ഒരു കോട്ട് കൊടുത്തിട്ട് നോക്ക്. അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. അറിവിനെ നമ്മൾ നിരസിക്കുന്നത് നന്മയെ വേണ്ട എന്ന് പറയുന്നത് പോലെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അതായത് നന്മയുടെ ജ്വാലയാലാണ് ബുദ്ധിയെ പ്രകാശിതമാക്കപ്പെട്ടിട്ടുണ്ട്. ബുദ്ധിയെ വഴിത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് നന്മയുടെ ജ്വാലയാലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അതായത് നന്മയെ ബുദ്ധിക്ക് സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. സ്നേഹം എന്ന് പറയുന്നത് അറിവുണ്ടാകുമ്പോഴേ സ്നേഹിക്കാനും നമുക്കൊരു മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് അറിവിൻ്റെ സന്തതിയാണ് എന്നാണ് പറഞ്ഞത്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയാണ്. യുക്തിചിന്തയാണ് നല്ല രീതിയിൽ ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. നമ്മളെ നല്ലൊരു രീതിയിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് യുക്തി തന്നെ എന്നാണ് പറയുന്നത്. ഇതാരാണ് പറഞ്ഞത്? 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിൻ്റെ വാക്കുകളാണിത്. റോജർ ബേക്കണാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നീട് പറയുന്നത് യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയല്ല ആ ഒരു പാരഗ്രാഫിൽ നിന്ന്. യുക്തിചിന്ത, അറിവ്, സ്നേഹം അവയെക്കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിൽ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു. ആ ഒരു കാലയളവിലൊക്കെ യൂറോപ്പിൽ എന്തായിരുന്നു? അധികാരികൾ, അന്നുണ്ടായിരുന്ന ഭരണകർത്താക്കന്മാരൊക്കെ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു. കാരണം അവർ വിശ്വസിച്ച് വരുന്ന ഒരു പാരമ്പര്യമായ രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഫ്യൂഡൽ അധികാര വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ എന്താക്കി ഇവർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് റോജർ ബേക്കണിനെ പോലെയുള്ളത്. എന്താണ് ഫ്യൂഡൽ അധികാര വ്യവസ്ഥ? നമുക്കറിയാലോ. സാധാരണ പ്രഭുക്കൾക്ക് എന്താക്കും? ലാൻഡ് കൊടുക്കും. ആ ലാൻഡിൽ സാധാരണ കുറച്ച് കുടിയാന്മാർ പണിയെടുക്കും. ഈ യുദ്ധങ്ങളുടെ സമയത്തൊക്കെ ലാൻഡ് ഉടമകൾ എന്താക്കും? സ്വാഭാവികമായിട്ടും അവരുടെ പട്ടാളക്കാരെയൊക്കെ ആർക്ക് കൊടുക്കും? രാജാക്കന്മാർക്ക് കൊടുക്കും. അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനെയൊക്കെ എന്താക്കിയിരുന്നു? എതിർത്തിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അതിൽ എപ്പോഴും പണിയെടുക്കുന്നത് സാധാരണക്കാരനായ ഒരുപാട് ആൾക്കാരായിരുന്നു. അവർക്ക് വേണ്ട പോലെ വേതനവും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നീട് എന്താണ് പറയുന്നത്? തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറിമറിയാൻ തുടങ്ങി. ഇങ്ങനെ ഫ്യൂഡൽ ഇതിനെതിരെ, സിസ്റ്റത്തിനെതിരെ, സംവിധാനത്തിനെതിരെ എതിർക്കുന്ന സമയത്ത് അവരിൽ നിന്ന് പലർക്കും എന്താക്കിയിട്ടുണ്ട്? പല പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. മറ്റു ചിലരുടെ ആണെങ്കിൽ അവരുടെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. മറ്റു പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിൽക്കാലം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്തായി? ഇവരുടെ സമരങ്ങളൊക്കെ ഫലം കാണാൻ തുടങ്ങി, വിജയിക്കാൻ തുടങ്ങി. ഒരു ഓവറോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ആ ഒരു പേജിൽ പറഞ്ഞിട്ടുള്ളത് ബേക്കണിൻ്റെ വാക്കുകളാണ്. യുക്തിചിന്തയും അതുപോലെ തന്നെ അറിവും സ്നേഹത്തിനെയൊക്കെയാണ് നമ്മളിതെന്താക്കുന്നത്? പ്രധാനമായിട്ട് കോട്ട് ചെയ്യുന്നത്, ഉദ്ധരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ എന്തായിരുന്നു? ഇവർ ഈ ഭരണകർത്താക്കന്മാരുടെ ഫ്യൂഡൽ സിസ്റ്റത്തെയും കാര്യത്തെയൊക്കെ അവർ എതിർത്തിരുന്നു. അതിനാൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പിന്നീട് പിൽക്കാലത്ത് അതൊക്കെ എന്തായിട്ടുണ്ട്? ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. അവരുടെ സമരങ്ങളൊക്കെ വിജയിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പേജ് നോക്കുക. അതിൽ നോക്കൂ, റോജർ ബേക്കണിൻ്റെ ചിത്രവും അതേപോലെ തന്നെ അദ്ദേഹം വരച്ച ഡയഗ്രങ്ങളും. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്ക്. 14-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. 14-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന യൂറോപ്പിലുണ്ടായിരുന്ന സാംസ്കാരിക മാറ്റങ്ങൾ, സാമൂഹിക കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ഇതിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്നത് പ്രാചീന ആദ്യകാലത്തെ ഗ്രീക്ക് റോമൻ സംസ്കാരവും അവരുടെ സ്വാധീനങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ വഴിമാറി 14-ാം നൂറ്റാണ്ടോടെ എന്തായി? പുതിയ പുതിയ ആശയങ്ങളൊക്കെ രൂപപ്പെട്ട് വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു നോക്കാം. ഇങ്ങനെ മാറ്റങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് സവിശേഷതകൾ ഉണ്ടായി എന്നാണ്. അതെന്തൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്. മാനവികതയെ എന്താക്കി? മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. മനുഷ്യനെ ഉൾക്കൊള്ളുക എന്നുള്ള കാഴ്ചപ്പാട്.
അതിലേക്ക് വന്നു. നഗരജീവിതത്തിൻ്റെ വളർച്ച, നഗരങ്ങളൊക്കെ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ നിന്നൊക്കെ വിട്ട് കച്ചവടവും വ്യാപാരമൊക്കെ പല നാടുകൾ തമ്മിൽ നടന്നപ്പോൾ താഴോട്ട് നമ്മൾ പറയുന്നുണ്ട് കുരിശ് യുദ്ധത്തെക്കുറിച്ചിട്ട്. അപ്പോഴേക്കും ഒരുപാട് കച്ചവടം വ്യാപിച്ചു. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നഗരജീവിതം വളർന്നു. അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ പുരോഗതി ഉണ്ടായി. ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, കച്ചവടം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ നാടുകളൊക്കെ എന്തായി, അതിനടുത്തുള്ള ചെറിയ ചെറിയ നാടുകളൊക്കെ വളർന്നു വന്നു എന്നുള്ളതാണ്. വ്യക്തികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിലല്ലാതെ, അതല്ലെങ്കിൽ എല്ലാം രാജ്യത്തിൻ്റെ കീഴിലാണെങ്കിലും അവരുടെ അടിമകളാവാതെ ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി. പല സമരങ്ങളും അവിടെ വിജയിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ യുക്തിചിന്തകൾ വളർന്നു. മതേതര മൂല്യങ്ങളുടെ വ്യാപനം ഉണ്ടായി. പണാധിഷ്ഠിത സമ്പദ്ഘടന വ്യവസ്ഥ വന്നു. പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ലഭിച്ചു. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഇന്ത്യയിലേക്കുള്ള കാലത്ത് നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നു, അവരുടെ ഭാഷകൾ ഇവിടെ അടിച്ചമർത്തുന്നു. അതുപോലെയായിരുന്നു അന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഗ്രീക്ക് ആൻഡ് റോമൻ സാംസ്കാരിക ആ ഒരു ചുറ്റുവട്ടത്തിൽ ഉണ്ടായിരുന്നത്, അവരുടെ സംസ്കാരത്തിൽ ജീവിക്കുന്ന കാലത്ത്. അങ്ങനെയുള്ളൊരു കാലത്ത് ഈ ഒരു 14-ാം നൂറ്റാണ്ടോടെ പല മാറ്റങ്ങളും വന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന അവരുടെ പ്രാദേശിക ഭാഷയുണ്ടാവും. അതിനൊക്കെ എന്താക്കി പ്രാധാന്യം ലഭിച്ചു. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള കലാശാസ്ത്ര രംഗങ്ങളിലേക്ക് മാറ്റം വന്നു എന്നുള്ളതാണ്. ആ ഒരു സൈഡ് ബോക്സ് നോക്കുക. ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ. എന്താണ് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ പറയുന്നത്? പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ. അതായത് ആദ്യകാലത്ത് യൂറോപ്പിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു ഇവ. ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. എന്തും കൂടി അറിയപ്പെടുന്നു, ക്ലാസിക്കൽ സംസ്കാരം. അവിടെ അണ്ടർലൈൻ ചെയ്യുക. BCE 12-ാം നൂറ്റാണ്ട് മുതൽ BCE 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ. അതായത് 12-ാം നൂറ്റാണ്ട് മുതൽ 4-ാം BCE എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 12-ാം വർഷത്തിന് അവിടെ തൊട്ടിട്ട് നമ്മൾ താഴോട്ടാണല്ലോ വരിക. 11-ാം വർഷം, 10-ാം വർഷം, 9-ാം വർഷം, അങ്ങനെ 4-ാം വർഷം വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത്. അതുപോലെ തന്നെ BCE 7-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെ. BCE 7-ാം നൂറ്റാണ്ട്, അതായത് ഈ പറയുന്ന 4-ാം നൂറ്റാണ്ടിൻ്റെയും 12-ൻ്റെ ഇടയിൽ തന്നെ എന്ത് വരുന്നു, റോമൻ സംസ്കാരം കടന്നു വരുന്നുണ്ട്. അതുമുതൽ 5-ാം നൂറ്റാണ്ട് വരെ, ആഫ്റ്റർ ക്രിസ്തു ജനിച്ചതിന് ശേഷം 5-ാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം. പ്രധാനമായിട്ട് അവിടെ ഓർത്തു വെക്കേണ്ടത് യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരമായിരുന്നു. അതിൽ BCE 12 മുതൽ 7 വരെയുള്ള 4 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഗ്രീക്ക് സംസ്കാരമെങ്കിൽ BCE 7 മുതൽ CE 2 വരെയുള്ള CE 5 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു റോമൻ സംസ്കാരം. ഈ രണ്ട് സംസ്കാരം നമ്മളൊന്ന് മനസ്സിലാക്കി. എന്നിട്ട് ജസ്റ്റ് ഇപ്പുറത്തേക്ക് വരിക. പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിൽ ഈ ഒരു മാറ്റങ്ങളൊക്കെ കൂടുതൽ പ്രകടമാവാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞല്ലോ 14-ാം നൂറ്റാണ്ടോടെ കുറേ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ റോമൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഇറ്റലി എന്ന് പറയുന്ന നഗരം എന്നുള്ളത്, രാജ്യം എന്നുള്ളത്. കാരണം ആ റോമായിരുന്നു പിന്നീട്, റോം എന്ന് പറയുന്ന നാടിൻ്റെ ഇന്നത്തെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് ഇന്നത്തെ ഇറ്റലി ആയിരുന്നു. അപ്പോൾ ആ ഇറ്റലിയിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. അതായത് ഈ മാനവികതയും അതുപോലെ തന്നെ നഗരത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് സംഭവിച്ചു എന്നുള്ളതാണ്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ നവോത്ഥാനം, റിനൈസൻസ് എന്ന് പേര് നൽകി. നോട്ട് ദ പോയിൻ്റ്. അതായത് ഇറ്റലിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചു, അതിനെന്ത് പറഞ്ഞു, റിനൈസൻസ് എന്ന് പറഞ്ഞു. ഇറ്റലിയിലാണല്ലോ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞു. ആ ഇറ്റലിയിൽ സംഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ എന്ത് പേര് നൽകി? നവോത്ഥാനം എന്ന് പേര് നൽകി. എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ എഴുതണം? ഇറ്റലിയിലുണ്ടായിരുന്ന 14-ാം നൂറ്റാണ്ടോടുകൂടി റോമൻ സംസ്കാരത്തിൻ്റെ ഗ്രീക്കിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇറ്റലിയിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചരിത്രകാരന്മാർ നവോത്ഥാനം എന്ന് വിളിച്ചു എന്നുള്ളതാണ്. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി. നവോത്ഥാനത്തിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയത്? മധ്യകാലത്തുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയുണ്ട്. എന്താണ് ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്നും മാറി ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായി. ആ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നൊക്കെ മാറി ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു മാറ്റത്തിൻ്റെ പാതയായിട്ടാണ് നവോത്ഥാനത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. അങ്ങനെയാണ് ചരിത്രത്തിൽ നവോത്ഥാനത്തെ അറിയപ്പെടുന്നത്. പേജ് നോക്ക്. അതിലെ ഏറ്റവും മുകളിലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അതാ. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു, അതായത് ട്രാൻസിഷൻ പീരീഡായിരുന്നു നവോത്ഥാന കാലം. ഈ പ്രസ്താവനയെ വിലയിരുത്തുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പേജിലെ ആ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലേക്ക് മാറ്റങ്ങളൊക്കെ തുടങ്ങിയത്, പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തുടങ്ങിയത് ഈ റോജർ ബേക്കണിനെ പോലെയുള്ള ആൾക്കാരുടെ സമരങ്ങൾ കൊണ്ടും അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞു. മാനവികത വന്നു, നഗര ജീവിതത്തിൻ്റെ വളർച്ച വന്നു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒരു മാറ്റത്തെയാണ് റിനൈസൻസ്, നവോത്ഥാനം എന്ന് പേര് നൽകി. കാലഘട്ടത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായി നവോത്ഥാനം എന്തായി ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ളതാണ്. ജസ്റ്റ് ആ ഒരു സൈഡ് ബോക്സ് നോക്ക്. നവോത്ഥാനം, റിനൈസൻസ് എന്നുള്ളത് എന്താണ്? നവോത്ഥാനം എന്നുള്ളത് എന്താണ്? നവോത്ഥാനം എന്നുള്ളത്, റിനൈസൻസ് എന്ന വാക്കിന് മലയാള അർത്ഥം എന്ന് പറയുന്നതാണ് നവോത്ഥാനം എന്നുള്ളത്. പുനർജനി എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു വാക്കിൻ്റെ അർത്ഥം. മലയാളത്തിൽ പറയുന്നതാണ് നവോത്ഥാനം, അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് പുനർജനി എന്നൊക്കെയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 14-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന പ്രാചീനപരമായിട്ടുള്ള ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യാപിച്ച് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഒരു പുനർജനി, പുതിയൊരു സിസ്റ്റം വരുന്നു എന്നുള്ളതാണ് നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ? തന്നിട്ടുള്ള ഭൂപടം 1.1 നിരീക്ഷിക്കൂ. ചിത്രം 1.1 അടുക്ക താഴെ ഭൂപടം 1.1. അതിൽ നിന്നും മധ്യകാല ഇറ്റലിയിൽ നിന്നിരുന്ന നഗരങ്ങളെ കണ്ടെത്തൂ. അതിൽ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ എന്തായിരുന്നു മധ്യകാല ഇറ്റലി? വെനീസ്, പാർമ, മിലാൻ, ജനോവ, അങ്ങനെ ഒരുപാട്. പിസ, ഫ്ലോറൻസ്, റോം, നേപ്പിൾസ്, ഇങ്ങനെയുള്ള നഗരങ്ങളൊക്കെ ജസ്റ്റ് അവിടെ നോട്ട് ചെയ്യുക. എന്നിട്ട് പറയുന്നത് ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് കാണാം. കാരണം എന്താണ്? അതിലൊന്നാമത്തെ പോയിന്റ് നോക്ക്. അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. യൂറോപ്പിലെ മറ്റ് നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയിലുണ്ടായിരുന്ന ഈ നഗരങ്ങളൊക്കെ ഒരുപാട് സ്വതന്ത്രമാണ്, ഒരുപാട് സമ്പന്നമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. അവർക്ക് ബാങ്കിങ്ങിനെ കുറിച്ചിട്ട്, ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത് നമ്മൾ പറയുന്നുണ്ട്. അതിലൊക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു? അറിവുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു കാര്യമായിട്ടുള്ള നോളജ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ എന്തായിട്ടുണ്ട്? വാണിജ്യത്തിലൂടെ സമ്പന്നരായി മാറിയിട്ടുണ്ട്. എന്താണ് അവിടെ ജസ്റ്റ് ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്? എന്താണ് യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും ഇറ്റലിയിലെ ഈ ഭൂപടം 1.1 കൊടുത്തിട്ടുള്ള നഗരങ്ങളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് മാറ്റങ്ങളാണ്. ഊർജ്ജസ്വലരായിരുന്നു, സമ്പന്നരായിരുന്നു, ഇൻഷുറൻസിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. എന്താണ് ഇൻഷുറൻസ്? നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നമുക്ക് എന്താക്കുക? നമ്മൾ ഇൻഷുർ എടുത്തിട്ടുള്ള ആ ഒരു കമ്പനി നമുക്കൊരു പേയ്മെൻറ്റ് തരിക, അതിൻ്റെ നഷ്ടം നമുക്ക് നികുതി തരിക. നമ്മൾ അതിനു വേണ്ടി എന്താക്കും? ഓരോ മാസവും അതല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ ഇന്നത്തെ കാലത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച് വർഷാവർഷം നമ്മൾ ഇൻഷുറൻസ് അടക്കുന്നത് പോലെ നമ്മൾ കേൾക്കുന്നില്ല, വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അടക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വാഹനത്തിന് നമുക്ക് പരിക്കൊക്കെ ഉണ്ടായാൽ അവർ ഇൻഷുറൻസിൻ്റെ ഫണ്ട് എടുത്തിട്ട് നമുക്കത് നികുതി തരും എന്നുള്ളതാണ്. അതുപോലെ അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ താഴെയുള്ളൊരു പോയിന്റ് നോക്ക്. ബുക്ക് കീപ്പിംഗ്. എന്താണ് ബുക്ക് കീപ്പിംഗ്? അതായത് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും നമ്മൾ രേഖപ്പെടുത്തുക, ദൈനംദിന അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത് തന്നെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ നടപടിയാണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തെക്കുറിച്ചിട്ട് അന്നത്തെയുള്ള ഇറ്റലിക്കാർക്ക് അറിവുണ്ടായിരുന്നു. അവർ ഒരു വാണിജ്യം നടത്തുന്ന സമയത്ത് അവർ ദൈനംദിന ചെലവുകളും വരവുകളും, എന്നിട്ട് എത്ര ലാഭങ്ങളുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവർ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ അക്കൗണ്ടിങ് സിസ്റ്റം വരുന്നതിന് മുമ്പ് തന്നെ പഴയ കാലത്ത് 14-ാം നൂറ്റാണ്ടിൽ, 15-ാം നൂറ്റാണ്ടിൽ, 1400-500-കളിൽ ഇറ്റലിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നെക്സ്റ്റ് പേജ് നോക്ക്. 13-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും അതുപോലെ തന്നെ മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി. അതായത് 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ എന്താകുന്നു? വാണിജ്യവൽക്കരണമൊക്കെ കടന്നു വന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫ്യൂഡൽ സിസ്റ്റം, അതൊക്കെ തകർന്നു പോയി തുടങ്ങി. അതുപോലെ തന്നെ മതമേധാവിത്വം ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വാണിജ്യവൽക്കരണം വന്നതോടുകൂടെ തന്നെ, അതായത് രാഷ്ട്രകാര്യങ്ങളിലേക്ക് അന്ന് പ്രധാനമായിട്ടും ഇടപെട്ടിരുന്നത് മതനേതാക്കളായിരുന്നു, മതമേധാവിത്വത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നു. ഒരുപാട് സമ്പന്നർ ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നമ്മൾ ഈ പറയുന്ന മാനവികതയും നവോത്ഥാനത്തൊക്കെ ചർച്ച ചെയ്യുന്ന ഇറ്റലിയിലൊക്കെ നിരവധി കുടുംബങ്ങളൊക്കെ സമ്പന്നരായി മാറി എന്നുള്ളതാണ്. ഇവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. ഇങ്ങനെ സമ്പന്നരായ കുടുംബക്കാരെന്ത് പറയാൻ തുടങ്ങി? അവരെ ഫണ്ട് കൊണ്ടാണല്ലോ രാഷ്ട്രീയങ്ങളൊക്കെ ഒരുപാട് ചലിക്കാൻ തുടങ്ങുന്നത്. രാഷ്ട്രീയത്തിൻ്റെ അധികാരം അവർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും
ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇറ്റലിയിൽ ഒരുപാട് കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള കുടുംബങ്ങൾ, നഗരങ്ങളൊക്കെ, അവർ വളർന്നു വന്ന നഗരങ്ങളൊക്കെ ഏതാണ് നോക്കാം. അതിൽ താഴെ ബോക്സ് നോക്കുക. ഇറ്റാലിയൻ കുടുംബങ്ങൾ വളർന്നു വന്ന നഗരങ്ങൾ. മെഡിച്ചി എന്ന കുടുംബം വന്നത് ഫ്ലോറൻസിലാണ്. അതുപോലെ തന്നെ സ്ഫോർസ എന്ന് വരുന്നത് മിലാനിലാണ്. ഫർണീസി വരുന്നത് പാർമയിലാണ്. ഓർസീനി വരുന്നത് നേപ്പിൾസിലാണ്. വിസ്കോന്തി വരുന്നത് മിലാനിലാണ്. ഇങ്ങനെയാണ് ഒരുപാട് കുടുംബങ്ങളും അവർ വളർന്നു വന്ന നഗരങ്ങളും ഡിഫൈൻ ചെയ്യുന്നത്. ഇനി മധ്യകാലത്ത്, അതിന് മുമ്പ് ആ ചെറിയ ബോക്സ് നോക്ക്, കുരിശ് യുദ്ധം എന്നുള്ളത്. ആ കുരിശ് യുദ്ധത്തെക്കുറിച്ചിട്ട് വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ജൂതമതവിശ്വാസികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. ഈ കുരിശ് യുദ്ധം ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട്. ഏഷ്യയുടെയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെയൊക്കെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇത് വളരെ നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ, ഈ CE എന്നുള്ളതും BC എന്നുള്ളതും അങ്ങനെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം എന്നുള്ളതാണ്. എന്നെ നേരെ ഇപ്പുറം നോക്ക്. മധ്യകാലഘട്ടത്തിൽ കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാര വിനിമയത്തിന് വഴിതെളിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന 11, 13 നൂറ്റാണ്ടുകളിൽ കുരിശ് യുദ്ധങ്ങൾ എന്താക്കി, രണ്ട് സംസ്കാരങ്ങൾ തന്നെ, പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ളൊരു സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിന്, അവരുടെ സംസ്കാര വിനിമയത്തിനൊക്കെ വഴിതെളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കിഴക്കൻ ലോകത്തിൻ്റെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇങ്ങനെ ഒരു കുരിശ് യുദ്ധം വരുന്ന സമയത്ത് കിഴക്കിലെയും ഏഷ്യയിലെയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംസ്കാര വിനിമയം നടന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇറ്റാലിയൻ നഗരങ്ങൾ എന്തായി, ഒരുപാട് സംസ്കാരങ്ങളെയും സമ്പദ്ഘടനയെക്കുറിച്ചൊക്കെ പരിചയത്തിലായി എന്നുള്ളതാണ്. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. നിലവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ ചെറുത്തുകൊണ്ടിരിക്കുന്ന ഇറ്റാലിയൻ സംസ്കാരത്തിന് എന്താക്കി, ഇത് അതിൻ്റെ വേഗത കൂട്ടി എന്നുള്ളതാണ്. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസാൻഡിയൻ, അതായത് കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നുള്ളത്, ബൈസാൻഡിയൻ സാമ്രാജ്യം എന്തായി, ഇസ്ലാമിക സാമ്രാജ്യം, ബൈസാൻഡിയൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇറ്റാലിയൻ സാമ്രാജ്യം എന്താക്കി, ബൈസാൻഡിയൻ, അതായത് കിഴക്കൻ റോമൻ സാമ്രാജ്യവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി, സാമ്പത്തികപരമായിട്ട് വാണിജ്യ ബന്ധമുണ്ടാക്കി. അതുമൂലം എന്തായി, ഒരുപാട് രീതിയിൽ ഇറ്റാലിയയിൽ സമ്പത്തുകൾ കൊന്നുകൂടാൻ തുടങ്ങി. ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒരുപാട് സമ്പത്തുകൾ വന്നു, വാണിജ്യങ്ങളൊക്കെ ഒരുപാട് ഒഴുകി. അതുപോലെ ഇറ്റാലിയൻ നഗരങ്ങൾ വളരെ പെട്ടെന്ന് വളർന്നു എന്നുള്ളതാണ്. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ കാലക്രമേണ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ചിട്ട് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ കുത്തകയുണ്ടായിരുന്നു. അതായത് കിഴക്കും പടിഞ്ഞാറും വാണിജ്യങ്ങൾ പ്രധാനമായി നടന്നിരുന്ന മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അത് പിന്നീട് എന്തായി, ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി എന്നുള്ളതാണ്. ആ ഒരു സറൗണ്ടിങ്സ്, ആ ഒരു ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ ആരുടെ കീഴിലായി, ഇറ്റാലിയൻ നഗരങ്ങളുടെ കീഴിലായി എന്നുള്ളതാണ്. അവിടെ ഒരു അവലോകനം ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു. ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ബൈസാൻഡിയൻ സാമ്രാജ്യമായിട്ടും അതുപോലെ തന്നെ കുരിശ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വാണിജ്യ മേഖലയിലുണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങളാണ്. തൊട്ട് മുകളിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ എന്താക്കി മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഇതിൽ നമ്മൾ ആ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് കുറഞ്ഞു. അപ്പോൾ എന്തായി, വാണിജ്യങ്ങളൊക്കെ കൂടി, ഒരുപാട് പുറമേയുള്ള ആൾക്കാർ അധികാരം ആവശ്യപ്പെട്ടു രാഷ്ട്രത്തിന്. അങ്ങനെ വന്ന കുറച്ച് കുടുംബങ്ങളും നഗരങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ പറയുന്നത് കുരിശ് യുദ്ധമാണ്. വിശുദ്ധ നാടെന്ന് കരുതപ്പെടുന്ന ജെറുസലേമിന് വേണ്ടി എന്താവുന്നു, ഇസ്ലാം മതവിശ്വാസവും ക്രൈസ്തവരും തമ്മിലേക്ക് നടക്കുന്ന യുദ്ധമായിരുന്നു. പിന്നീട് കുരിശ് യുദ്ധത്തോടെ വാണിജ്യങ്ങളൊക്കെ ഇറ്റലിയിലേക്ക് ഒരുപാട് വ്യാപിച്ചു എന്നുള്ള പോയിൻറ്റ്സുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക പ്രധാനമായിട്ട്. പിന്നെ പറയുന്നത് 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലാഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു എന്നുള്ളതാണ്. അതായത് പ്ലാഗ് എന്ന് പറയുന്ന രോഗം നമ്മൾ കേട്ടിരുന്നല്ലോ പണ്ടൊക്കെ. ആ രോഗം 14-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയയിൽ വളരെയധികം വ്യാപിച്ചു. അത് ഇറ്റാലിയൻ നഗരത്തെ അങ്ങ് പാടെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ബ്ലാക്ക് ഡെത്താണ് ഈ ഒരു പ്ലാഗിന് അറിയപ്പെടുന്നത്. ഈ ദുരന്തത്തിൽ വൻതോതിൽ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി. ഇങ്ങനെ ദുരന്തം വന്ന് ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടപ്പോൾ എന്തായി, തൊഴിൽ ചെയ്യാൻ ആൾക്കാരില്ലാതെയായി. ഇത്
അങ്ങനെ തൊഴിൽ ചെയ്യാതെ ആൾക്കാർ ലഭ്യത കുറഞ്ഞു വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്താക്കി ഇവരുടെ കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി എന്നുള്ളതാണ്. ഇങ്ങനെ തൊഴിലാളികൾ ഇല്ലാതിരുന്ന സമയത്ത് ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് പോയി, അതുപോലെ തന്നെ വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, അടുത്ത പേജിലൊന്ന് വന്നു, നിലവിലുണ്ടായിരുന്ന മരുന്നുകളൊന്നും പ്ലാഗിന് എന്താക്കാൻ പറ്റിയില്ല, ചെറുക്കാൻ പറ്റിയില്ല. പ്ലാഗ് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എന്താക്കി ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയൊക്കെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പ്ലാഗിൻ്റെ ഭീകരതയെക്കുറിച്ച് മനുഷ്യൻ എന്താക്കാൻ തുടങ്ങി, പിന്നെ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. സുഖങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. അതായത് മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു പേടിയുണ്ടാവില്ല. അപ്പോൾ പല ചിന്തകളിലേക്ക് മനുഷ്യൻ എന്താക്കി നയിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് എന്താക്കുന്നത്, മാനവികതയിലേക്ക് വഴി തുറക്കുന്നത് എന്നാണ് പറയുന്നത്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്ന രീതിയിലേക്ക് എത്തിത്തുടങ്ങി, പരസ്പരം സഹകരിക്കുന്ന രീതിയിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള രീതിയിൽ. സൈഡ് ബോക്സ് ഓക്ക് ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് 1347-നും 351-നും ഇടയിലാണ് യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലാഗ് എന്ന മഹാമാരി വരുന്നത്. ഇതിനാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. കാരണം ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കാനുള്ളൊരു കാരണം, ഈ രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ എന്തുണ്ടായിരുന്നു, കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നും കൂടി അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളുടെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലാഗ് പടർന്നു പിടിച്ചത്. അന്ന് വാണിജ്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ വിശാലമായി നിലനിൽക്കുന്ന കാലമാണ്. അപ്പം വാണിജ്യത്തിലായി വരുന്ന കപ്പലുകളിൽ എന്തുണ്ടായി, എലികളുണ്ടായിരുന്നു. അതിൻ്റെ ചെള്ള് പറ്റിപ്പിടിച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് അതിൻ്റെ ചെള്ള് മൂലമാണ് ഈ പറയുന്ന പ്ലാഗിലേക്ക് നയിക്കുന്നത്, ബ്ലാക്ക് ഡെത്തിലേക്ക്, കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. കറുത്ത കുമിളകളായി മനുഷ്യ ശരീരത്തിൽ വരുന്നു, അങ്ങനെ മരിക്കുന്നു. അതിൻ്റെ ചികിത്സക്കായി പ്രാചീന ഗ്രീക്കിലെയും റോമിലെയൊക്കെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലാഗ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, പ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇന്നതായിരുന്നു, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മനുഷ്യരെന്താക്കി ഗ്രീസിലെയും റോമിലെയൊക്കെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സ്വന്തം മരുന്നുകൾക്ക് നിലനിൽക്കാനായില്ല, മാനവികതയിലേക്ക് നയിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. കറുത്ത ഒരു കുമിളകൾ ശരീരത്തിൽ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അതിൻ്റെ താഴെ നോക്ക്, നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. എന്നിട്ട് എന്താ പറയുന്നത്, അതായത് നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവയൊക്കെ പിന്നെന്തായി, പൗരബോധമൊക്കെ കടന്നു വന്നു എന്നുള്ളതാണ്. സാമൂഹിക ഐക്യത്തിനൊക്കെയാണ് പിന്നെ പ്രാധാന്യം കൊടുത്തത്. കാരണം പ്ലാഗ് വന്നതിന് ശേഷം മാനവികതയിലേക്ക് മനുഷ്യൻ മാറുന്നു. പ്രാചീന ഗ്രീസിനെയും റോമിൻ്റെയും വൈദ്യശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്, പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, അന്നുണ്ടായിരുന്ന സമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ എന്തായി പ്രചരിച്ചു എന്നുള്ളതാണ്. മാനവികത ഉടലെടുക്കുന്ന ഇറ്റലിയിലാണല്ലോ. ഈ പ്ലാഗൊക്കെ വന്നതിന് ശേഷം ഇറ്റലിയിൽ ഇതൊക്കെ വ്യാപിച്ചു, ക്രമസമാധാനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം എന്നാൽ അന്ന് പ്രാചീന വൈദ്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പിന്നെ പഠിക്കാൻ പോയി, ഗ്രീസിലെ പ്രാചീന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ. അങ്ങനെ എന്താക്കി, പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ പ്രാചീന റോമൻ സംസ്കാരങ്ങളിലും അതുപോലെ തന്നെ റോമൻ നിയമങ്ങളിലും ഭാഷകളിലൊക്കെ പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാർ വാണിജ്യത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവ ഇവർക്ക് താല്പര്യം ജനിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കും എന്തായി, പ്രാചീന ഭാഷയിലും സംസ്കാരങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പിന്നീട് വരുന്ന ഓരോ നഗരങ്ങളെയും അവർക്ക് ചിന്തിച്ചു, ഈ നഗരങ്ങളൊക്കെ നമുക്ക് കലയുടെയും സാഹിത്യത്തിൻ്റെ നഗരമാക്കി മാറ്റാം എന്നുള്ളത് അവർ അങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്തു പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അന്നേരം ആ പ്രാചീന കാലത്തിലുണ്ടായിരുന്ന റോമിലെയും കാര്യങ്ങളൊക്കെ കയ്യെഴുത്ത് പ്രതികൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ അവർ എന്താക്കി എടുക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനോടുള്ള ഒരു ബഹുമാനമായിട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ യുദ്ധങ്ങളേക്കാൾ തങ്ങളെ ജനമനസ്സിൽ എന്താക്കും, അനശ്വരമാക്കുന്നു എന്ന് രാജാക്കന്മാർ കരുതി. എന്നിട്ട് പറയാണ്, ഈ യുദ്ധങ്ങളെക്കാളും ഏറ്റവും നല്ലത് ജനമനസ്സിൽ കുറച്ചും കൂടിയും ബെറ്ററാക്കി നല്ലതാക്കുന്നത് ഈ പറയുന്ന ഐക്യവും അതുപോലെ തന്നെ സാഹിത്യവും നല്ല നല്ല നിർമ്മാണങ്ങളും വികസനങ്ങളൊക്കെയാണെന്ന് അവരിങ്ങനെ കരുതി തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ എന്തായി, ആ കാലഘട്ടത്തിലെ സമ്പന്നരായ ആൾക്കാരൊക്കെ
അവരുടെ ഇടവക ദേവാലയങ്ങൾ പാരിഷ് എന്ന പേരിലാട്ടെ പറയാം അന്നത്ത്. അവരെന്താക്കി അതിനെയൊക്കെ മോടി പിടിപ്പിക്കാൻ ഉഷാറാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സന്യാസിനി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സമ്പന്നരായ ആൾക്കാരുകൾ എന്നുള്ളത്. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ധാർമ്മികമായി കണക്കാക്കപ്പെട്ടു. അതായത് ഒരു പൗരൻ്റെ ധർമ്മമാണെന്നാണ് പറയുന്നത്. എന്ത്? ഓരോ മനുഷ്യനും ഈ പറയുന്ന ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് അവരുടെ ധർമ്മമായിട്ട് കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ 1453 തുർക്കികൾ എന്താക്കി, കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്താക്കി പിടിച്ചെടുക്കുകയാണ്. നെക്സ്റ്റ് പേജിലേക്ക് വാ. 1453 അങ്ങനെ എന്താക്കി, പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, പ്രാചീന ഗ്രീക്കോ റോമൻ സാമ്രാജ്യങ്ങളുടെയൊക്കെ കയ്യെഴുത്ത് പ്രതികളും ചിത്രങ്ങളൊക്കെ ഇവരിങ്ങനെ അതായത് സൂക്ഷിച്ചു വെച്ചു, ബഹുമാനിച്ചിട്ടുള്ള അതൊക്കെ ഉണ്ടായിരുന്ന വൈദികന്മാരുടെ പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതാര് കീഴടക്കി? തുർക്കികൾ കീഴടക്കി എന്നുള്ളതാണ്. പിന്നെ പറയുന്നത്, തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ എന്താക്കി, അവരുടെ പ്രതികളും അതുപോലെ തന്നെ കയ്യെഴുത്ത് പ്രതികളും ചിത്രങ്ങളൊക്കെ എടുത്ത് എന്താക്കി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വന്നു എന്നുള്ളതാണ്. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിളിലുണ്ടായിരുന്ന ഈ പറയുന്ന പണ്ഡിതന്മാർ സർവകലാശാലകളെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ തുർക്കികളുടെ ആക്രമണത്തിന് മൂലം, അതായത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയത് മൂലം എന്താകാൻ തുടങ്ങി, അവർ നേരെ ഇറ്റലിയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഗ്രന്ഥാലയങ്ങളിലൊക്കെ ഈ പറയുന്ന പഠനങ്ങൾക്കൊക്കെ അവസരമൊരുക്കി എന്നുള്ളതാണ്. കാരണം സർവകലാശാലകളിൽ നിന്നൊക്കെ മാറി ഗ്രന്ഥാലയങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. അങ്ങനെ എന്താക്കി, ഒരുപാട് സമ്പത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കലാപരമായ പുരോഗതിക്കും സാമ്പത്തിക പരീക്ഷണങ്ങൾക്ക് അവരുടെ സമ്പത്തൊക്കെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. കാരണം സാധാരണ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് പ്രാചീന കാര്യങ്ങളൊക്കെ, ഗ്രീക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രാചീന കാര്യങ്ങളൊക്കെ ആ സാധാരണ ഗ്രന്ഥാലയങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിവുകൾ കിട്ടാൻ തുടങ്ങി, അവരുടെ സമ്പത്തൊക്കെ അതിന് വിനിയോഗിക്കാനും തുടങ്ങി. അങ്ങനെ വൈജ്ഞാനികമായിട്ടും സാംസ്കാരികപരമായിട്ടും വലിയ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ്. എന്നിട്ട് നെക്സ്റ്റ് ആടൊരു ഇത് നോക്കി, ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതിൻ്റെ ഒരു പിക്ചർ. അതിൻ്റെ താഴെ നോക്കി, ഭൂപടം 1.2 നിരീക്ഷിച്ച് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സ്ഥാനം കണ്ടെത്തുക. എവിടെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നുള്ളത് നമ്മൾ നോക്കുക. ചിത്രത്തിൽ നമുക്ക് കാണാം, കരിങ്കടലിൻ്റെയും യൂറോപ്പിൻ്റെയും ഏഷ്യൻ്റെയും റോമൻ ഇറ്റലീൻ്റെ ഇടയിലെല്ലായിട്ടാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കാണുന്നത്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു എന്തായിരുന്നു, കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു. റോം എന്നുള്ളതാണ് പിന്നീട് ഇറ്റലി ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ റോമിൻ്റെ കിഴക്കൻ സാമ്രാജ്യമായിരുന്നു ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. യൂറോപ്പിൻ്റെയും കരിങ്കടലിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കി, തുർക്കികളുടെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് വിലയിരുത്തുക. നമ്മൾ പറഞ്ഞല്ലോ 1453 തുർക്കികൾ എന്താക്കുന്നത്, ഈ പറയുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആക്രമിക്കുന്നതും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു. അവരെന്താക്കാൻ തുടങ്ങി, പിന്നെ ഇറ്റലിയിലേക്ക് ചേക്കേറുകയും ഇറ്റലിയിലെ ഗ്രന്ഥാലയങ്ങളിലേക്കൊക്കെ എന്തായി, ഇവർ ഈ പഠനങ്ങളൊക്കെ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നൽകി. അങ്ങനെ ഇറ്റലിയിലെ ഈ പറയുന്ന വൈജ്ഞാനിക മേഖലയെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളതാണ്.